ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്സ് നമുക്ക് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മ്യൂസിക്സ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും സോങ്സ് ആയാലും എല്ലാം യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സോങ്സിനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കും കോപ്പിറൈറ്റ് ക്ലെയിമും ഒക്കെ വരുന്നത്. എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണത്. ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്കും കോപ്പിറൈറ്റ് ക്ലെയിമും എല്ലാം ഒഴിവാക്കി എങ്ങനെ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്സ് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എവിടെ നിന്ന് ഈ മ്യൂസിക്സ് കിട്ടും, ഏതൊക്കെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ എവിടെ നിന്നെല്ലാം ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാം എന്നതിനെയൊക്കെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്സ് ഡൗൺലോഡ് ചെയ്യുക, അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കുക. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്സ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന മ്യൂസിക്കിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചു എന്നതിനെയൊക്കെ പറ്റി. അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്താണ്, കോപ്പിറൈറ്റ് ക്ലെയിം എന്താണ് എന്നതിനൊക്കെ പറ്റി നമ്മളൊരു വീഡിയോ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന റെഫർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ബാക്ക് ടു നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. എങ്ങനെയാണ് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്സ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീഡിയോസിൽ യൂസ് ചെയ്യാൻ പറ്റുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് ലോഗിൻ ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ താഴത്തായിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ഓഡിയോ ലൈബ്രറി. ആ ഓഡിയോ ലൈബ്രറി ക്ലിക്ക് ചെയ്യുക. ഓഡിയോ ലൈബ്രറി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കുറേ ഓഡിയോസ് ഓൾറെഡി യൂട്യൂബിനകത്ത് തന്നെ കുറേ ഓഡിയോസ് കാണാൻ പറ്റും. ഈ ഓഡിയോസ് എല്ലാം നമുക്ക് നമ്മുടെ വീഡിയോസിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ എല്ലാം ഫ്രീ ആയിട്ടുള്ളതല്ല. ഇത് കോപ്പിറൈറ്റ് ചില വീഡിയോസിന് കോപ്പിറൈറ്റ് ഇൻഫർമേഷൻസ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് കോപ്പിറൈറ്റ് ഫ്രീ. ഇവിടെ ഫിൽറ്റർ ഉണ്ട്, ഇവിടെ ചെറിയൊരു ഫിൽറ്റർ ഉണ്ട്. നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ട്രാക്ക് വെച്ചിട്ടും അതിൻ്റെ മോഡ്, ഡ്യൂറേഷൻ, ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർ. ഈ ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർ എന്നുള്ള ഓഡിയോസ് ആണ്. ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാണിക്കുന്ന ഇതെല്ലാം കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്സ് ആയിരിക്കും. ഈ മ്യൂസിക്സ് നമുക്ക് നമ്മുടെ വീഡിയോസിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഇതെല്ലാം കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്സ് ആണ്. ഓക്കെ, സോ ഇവിടെ തന്നെ നിങ്ങൾക്ക് റൈറ്റിൽ ടോപ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഓഡിയോ ലൈബ്രറി ക്ലാസിക് വ്യൂ. ഓക്കെ, ഓഡിയോ ലൈബ്രറി ക്ലാസിക്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് കിട്ടുന്നതായിരിക്കും. ഈ പേജിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ഓഡിയോസ്, സൗണ്ട് എഫക്റ്റ്, ഫ്രീ മ്യൂസിക്സ് എല്ലാം ഇവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫ്രീ മ്യൂസിക്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ തന്നെ ഒരു ഫിൽറ്റർ ഉണ്ട്, ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർ, ആട്രിബ്യൂഷൻ റിക്വയർഡ്. ഇങ്ങനെ രണ്ട് കാറ്റഗറിയാണ് ഇവിടെ വരുന്നത്. ഇതിൽ ആട്രിബ്യൂഷൻ റിക്വയർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കോപ്പിറൈറ്റ് ഫ്രീ അല്ല. ഇത് പക്ഷെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കാവുന്നതാണ്. യു ആർ ഫ്രീ ടു യൂസ് ദിസ് സോങ്. പക്ഷേ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഈ ലിങ്ക്, അതായത് ഈ പർട്ടിക്കുലർ ഡിസ്ക്രിപ്ഷനകത്ത് ഈ പർട്ടിക്കുലർ ഇൻഫർമേഷൻ ആഡ് ചെയ്യേണ്ടതാണ്. ഈ പർട്ടിക്കുലർ ഇൻഫർമേഷൻ ആഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ വീഡിയോസിനകത്ത് ഈ മ്യൂസിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് ആട്രിബ്യൂഷൻ റിക്വയർഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർഡ് ആയിട്ടുള്ളത് ഉണ്ട്. ഇത് ഈ മ്യൂസിക്സ് എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, കുറേ മ്യൂസിക്സ് ഇവിടെ കാണാവുന്നതാണ്. ഈ മ്യൂസിക്സ് എല്ലാം ആട്രിബ്യൂട്ട് നോട്ട് റിക്വയർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു യൂസ് ദിസ് സോങ് ഇൻ എനി ഓഫ് യുവർ വീഡിയോസ്. അത് നിങ്ങൾക്ക് ഏത് വീഡിയോസിൽ വേണമെങ്കിലും ഈ കാറ്റഗറി ഇതിലുള്ള കുറേ വീഡിയോസ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ക്രോൾ ചെയ്ത കുറേ വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോസ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിമോ ഒന്നും ലഭിക്കുന്നതായിരിക്കില്ല. കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ വേണ്ട വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ആട്രിബ്യൂഷൻ റിക്വയർഡ് എന്ന കാറ്റഗറി കാണാൻ പറ്റുക. ഈ സെയിം കാറ്റഗറി തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്, ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർ എന്നുള്ളത്. അത് ക്ലാസിക് വ്യൂയിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി എളുപ്പമായിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, പിന്നെ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ വേറെ പുറമേ നിന്നുള്ള തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത മ്യൂസിക്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, അവർ കോപ്പിറൈറ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞ മ്യൂസിക്സ് ആണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ എന്നിട്ടും എൻ്റെ വീഡിയോസും കോപ്പിറൈറ്റ് ക്ലെയിം അടിച്ചു. അങ്ങനെ വരുന്ന കേസുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിന്റെ കോപ്പിറൈറ്റ് പോളിസി അല്ല മറ്റൊരു വെബ്സൈറ്റിനുള്ളത്. മറ്റൊരു വെബ്സൈറ്റ് ചിലപ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, പക്ഷെ ആ പർട്ടിക്കുലർ മ്യൂസിക് നമ്മുടെ യൂട്യൂബിന്റെ കോപ്പിറൈറ്റ് പോളിസിക്ക് എതിരായിരിക്കും. ആ യൂട്യൂബിന്റെ കോപ്പിറൈറ്റ് പോളിസി അനുസരിച്ച് ചിലപ്പോൾ ആ പർട്ടിക്കുലർ മ്യൂസിക് കോപ്പിറൈറ്റ് ക്ലെയിം വരാൻ ചാൻസ് ഉള്ളതായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ നിന്ന് പുറത്തുനിന്നോ ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ കോപ്പിറൈറ്റ് നമുക്ക് ക്ലെയിം കിട്ടുന്നതിന് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമുക്ക് മ്യൂസിക്സ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള യൂട്യൂബിന്റെ ലൈബ്രറീസ് തന്നെ പരമാവധി ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെയും അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു മ്യൂസിക്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് യൂട്യൂബിൽ തന്നെ ഒരു ചാനലുണ്ട്.
നിങ്ങളുടെ യൂട്യൂബിൽ ചെല്ലുക. യൂട്യൂബിൽ ചെന്നതിന് ശേഷം ാണ് NCS, അതാണ് ചാനലിന്റെ പേര്. അതിന്റെ പേര് NCS, നോ കോപ്പിറൈറ്റ് സൗണ്ട്സ്. ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ ഇതിനകത്ത് വരുന്ന വീഡിയോസ് ഈ NCS നോട്ട് കോപ്പിറൈറ്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞ പർട്ടിക്കുലർ യൂട്യൂബ് ചാനലിനകത്ത് വരുന്ന വീഡിയോസ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ചില വീഡിയോസിനകത്ത് വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനകത്ത് തന്നെ അവർ പറയുന്നുണ്ടാവും ഈ പർട്ടിക്കുലർ വീഡിയോ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ നമ്മുടെ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷനകത്തും ആഡ് ചെയ്യണം. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം കുറെ ഓഡിയോസ് ഉണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കിയതിന് ശേഷം അവർ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ഇൻഫർമേഷൻ തന്നെ നമ്മുടെ വീഡിയോയുടെ അകത്ത് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കും. കോപ്പറേറ്റ് ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാറിപ്പോയിട്ട് വേറൊരു വീഡിയോസിന്റെയാണ് ആഡ് ചെയ്തതെങ്കിൽ നമുക്ക് കോപ്പറേറ്റ് ക്ലെയിം കിട്ടുന്നതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കോപ്പറേറ്റ് ഇൻഫർമേഷൻ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് 2 സ്ഥലത്തു നിന്നാണ് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് യൂട്യൂബിന്റെ തന്നെ ഓഡിയോ ലൈബ്രറിയിൽ നിന്നും, രണ്ടാമത് നോ കോപ്പിറൈറ്റ് സൗണ്ട് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും തേർഡ് പാർട്ടി പുറമേ നിന്നും ഇപ്പം മ്യൂസിക്സ് ആയാലും ശരി, സോങ്സ് ആയാലും ശരി, പുറമേ നിന്നും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പരമാവധി അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം കിട്ടുന്നതിന് പോസിബിലിറ്റീസ് കൂടുതലാണ്. ഓക്കെ, ഈ 2 സ്ഥലത്തു നിന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും കോപ്പിറൈറ്റ് ക്ലെയിം നിങ്ങളുടെ ചാനലിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസിനോ ലഭിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ പരമാവധി ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ കോപ്പറേറ്റ് ക്ലൈമും കോപ്പറേറ്റ് സ്ട്രൈക്ക് എല്ലാം എങ്ങനെ ഒഴിവാക്കുന്നതിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഹൗ ടു അവോയ്ഡ് കോപ്പറേറ്റ് സ്ട്രൈക്ക് ആൻഡ് കോപ്പറേറ്റ് ക്ലൈം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ആ വീഡിയോ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിന്റെ കമന്റ് ചോദിക്കാവുന്നതാണ്. ഈ ഓഡിയോ ലൈബ്രറീസിന്റെയും ഈ നോ കോപ്പറേറ്റ് സൗണ്ട് എന്ന 2 ചാനലിന്റെയും ഇൻഫർമേഷൻ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ഓഡിയോ ലൈബ്രറീസോ അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ മ്യൂസിക്സോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓഡിയോ ലൈബ്രറീസ് ചെയ്യാവുന്നതാണ്. ഈ ഓഡിയോ ലൈബ്രറീസിന്റെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക്സ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഇവിടുന്ന് കണ്ടുപിടിക്കാവുന്നതും കൂടിയാണ്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കേസാണ്. ഓക്കെ, സെർച്ച് ചെയ്ത് പിടിക്കാം. നിങ്ങൾക്ക് അപ്പം തന്നെ ഇവിടെ ആ വീഡിയോ ഓഡിയോയിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഡൗൺലോഡ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മ്യൂസിക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോസിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ സെയിം സംഭവം തന്നെ നമ്മുടെ ഓഡിയോ ലൈബ്രറീസിനകത്തും നിങ്ങൾക്ക് ഇവിടെ തന്നെ പ്ലേ ചെയ്ത് നോക്കാവുന്നതും കൂടിയാണ്. പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ഓപ്ഷൻ റൈറ്റ് സൈഡിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സെർച്ചിങ് ഓപ്ഷനും ഡൗൺലോഡ് ഓപ്ഷൻ രണ്ടും അവൈലബിൾ ആണ്. ഓക്കെ, ഈ യൂട്യൂബ് സ്റ്റുഡിയോന്റെ അല്ലെങ്കിൽ യൂട്യൂബിന്റെ ലൈബ്രറീസ് നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ലിങ്ക് youtube.com/audio library/musics ഈ പർട്ടിക്കുലർ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. ഈ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നോ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.